ഇപ്പോൾ ഏതായാലും മഴ മണിക്കൂറുകളായി വിട്ടുനിൽക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഈ പറയുന്ന അട്ടക്കുളങ്ങരയിലെ ഈ സ്ഥലത്തേക്കൊക്കെ വരുമ്പോൾ ഏതാണ്ട് മുട്ടറ്റം വെള്ളമുണ്ടായിരുന്നു. അതൊക്കെ ഇറങ്ങി തുടങ്ങിയ കാഴ്ചകളാണ് കാണുന്നത്. സർക്കാരിന് ഈ നാട്ടുകാരോട് കനിവില്ല എങ്കിലും പ്രകൃതിക്ക് കനിവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു 3 മണിക്കൂറായി മഴ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം ഒരു കാര്യവും കൂടെ, ഈ റോഡ് ഒരു മാസം മുമ്പ് ഈ റോഡിൽ ഒരു കെങ്കേമമായ പരിപാടി നടന്നു. അതായത് ഇവിടുത്തെ ഗതാഗതം തുറന്നു കൊടുത്ത ഒരു ചടങ്ങായിരുന്നു അത്. വലിയ ഉദ്ഘാടനമൊക്കെ വെച്ച് ഇതുവഴിയാണ് ജനപ്രതിനിധികളും ഒക്കെ തന്നെ കടന്നുപോയത്. അത്തരത്തിൽ വലിയ ആഘോഷപൂർവ്വമായി ആ പരിപാടി നടത്തി. പക്ഷേ അത് കഴിഞ്ഞൊരു മാസം പിന്നിട്ട് സർക്കാർ, പൊതുമരാമത്ത് വകുപ്പും മേയറും ഒക്കെ പറഞ്ഞ ആ തീയതിക്ക് അപ്പുറവും ഇപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം ഒരു ഭാഗത്ത് ഇത്തരത്തിൽ റോഡ് നിർമ്മാണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നു. ഈ കാണുന്നതൊക്കെ വെറുതെ വെള്ളം കെട്ടി നിൽക്കുകയാണ് എന്ന് കരുതാനാകില്ല. കാരണം പല സ്ഥലങ്ങളിലും അപകടകരമായ കുഴികൾ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. പലർക്കും വീടിനകത്തേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതി. വീടിന് മുന്നിൽ വലിയ കുളമാണ്. അത്തരത്തിൽ അതിഗുരുതരമായ സാഹചര്യമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു വേനൽ മഴ തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി കാലവർഷം എത്തുമ്പോഴേക്കും ഈ തിരുവനന്തപുരം ആകെ മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിഗുരുതരമായിരിക്കും, അതിസങ്കീർണമായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മഴക്കാല പൂർവ്വ ശുചീകരണം എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ വെറുമ്പാക്കാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് ഇന്ന് കണ്ട കാഴ്ചകളൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ? സ്റ്റീഫൻ, ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇത് നമുക്ക് ഈ തീരദേശ പാത വരുന്നുണ്ടല്ലോ, അപ്പോൾ തീരദേശ ഹൈവേ വരുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തോടുകൂടി ഒരു തീരപാത വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി ആളുകൾക്ക് ഒരു പരിശീലനം കൊടുക്കാൻ വേണ്ടി വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഓടിപ്പിക്കുന്നു. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഒരു സീപ്ലെയിൻ കൊണ്ട് ഇറക്കിയതുപോലെ ഈ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരു ചിറകും കൂടി വെച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തില്ലെങ്കിൽ നാട്ടുകാർക്ക് ഇതിൽ പോകാൻ പറ്റുന്നൊന്നുമില്ല. രാവിലെ വന്നപ്പോൾ ഇതുമായിരുന്നില്ല സ്ഥിതി. ഇവിടെ ഇങ്ങനെ വണ്ടി നിന്ന് പോകുന്ന വണ്ടിയൊക്കെ അകത്ത് വെള്ളം കയറി കടായി പോകുന്ന അവസ്ഥയാണ്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇത് ഒരിടത്തെ സ്ഥിതിയല്ല. തിരുവനന്തപുരത്ത് 2 സൈസ് ബോർഡുകൾ കാണാൻ കഴിയുന്നു. ഒന്ന് ഇതുപോലുള്ള ചില റിബണുകൾ കാണാം, അതിൽ സൂക്ഷിക്കണം. ഇവിടെ അതൊരു 2 താഴ്ചയുള്ള കുഴി. താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പൊക്കിയെടുക്കുമ്പോൾ ആൾക്ക് ജീവൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഇതാ ഒരു ബോർഡ് കണ്ടോ സ്റ്റെഫിൻ, സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ തന്നെ റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ. ഈ ബോർഡാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ. എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ ആളുകൾ വീട്ടിലേക്കൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഒരു മാർച്ച് 23 കണക്ക് ഓർക്കുന്നുണ്ട്. അത് മേയർ പറഞ്ഞ കണക്കാണ് ഈ പണിയെല്ലാം തീരുമെന്ന്. അതിനുശേഷം പൊതുമരാമത്ത് മന്ത്രി കുറച്ചും കൂടി ആ കലണ്ടർ ഒരു പേജും കൂടി മറിച്ചിട്ടിട്ട് ഏപ്രിൽ ആദ്യവാരം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ, എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ എല്ലാ വർഷവും ഏപ്രിലും മറച്ചു വെക്കണല്ലോ. അപ്പോൾ പൂർത്തീകരിക്കാനായിരിക്കും. എന്തായാലും ഈ ഞാൻ ആലോചിക്കുന്നത്, ഒരു കുറച്ച് നാൾ മുമ്പ് ഈ റോഡിന്റെ ഈ ഒരു ഭാഗത്തെ ടാറിങ് പൂർത്തിയാക്കിയിട്ട് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ആഘോഷപൂർവ്വമായിരുന്നു അതിന്റെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയത്, തുറന്നു കൊടുത്തത്. ആ ഒരു ഇവർക്ക് ഈ റോഡ് പണി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ചില റോഡുകൾ ആദ്യഘട്ടത്തിൽ തിരക്കിട്ട് ചില പണിയൊക്കെ നടന്നു. അപ്പോൾ വഞ്ചൂരത്തെ റോഡിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, എത്ര നാളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇത് സ്കൂളും കൂടെ തുറക്കാൻ പോയി എന്തവസ്ഥയായിരിക്കും? ഇതുപോലെ കിടക്കുന്ന റോഡിലൂടെ എങ്ങനെ ഈ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുമെന്ന് ഇനി വളരെ കുറച്ച് ദിവസം കൂടില്ല. ഇതിപ്പം ഷെഫി നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂർ ഒരു മഴ പെയ്തപ്പോഴത്തെ അവസ്ഥയാണ് തിരുവനന്തപുരം. മഴ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള മുന്നൊരുക്കം ഇതുവരെയും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഓടകളെല്ലാം അടഞ്ഞ അവസ്ഥയുണ്ട്. വെള്ളം റോഡ്, ആളുകൾക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ മനുഷ്യനൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വൈദ്യുതി സ്വന്തം വീട്ടിൽ പോയി കിടന്നുറങ്ങാന്നുള്ളതാണ്. ഇത് അതുപോലും പറ്റാത്തൊരവസ്ഥയിൽ തിരുവനന്തപുരത്തെ ആളുകളെ ശരിക്കും പറഞ്ഞാൽ ഒരു മഴ വന്നാൽ തടങ്കലിൽ പാർപ്പിക്കുന്ന അവസ്ഥയാണ്. ഇത് ആ കടയൊക്കെ കണ്ടോ, ആ കടയിലേക്കൊക്കെ പോകണമെങ്കിൽ വലിയ അഭ്യാസമാണ്. ഈ ഇതേപോലെ ഒറ്റ പാലം മാത്രമായിട്ടില്ല. ഈ കടയിലോട്ട് പോകണമെങ്കിൽ പാലവും ഇല്ല. അതുകൊണ്ട് ആ ചേട്ടൻ രാവിലെ നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം അടച്ചിട്ടിട്ട് എതിലോ പോയി. കാരണം ഈ വഴി കൂടെ ഇറങ്ങി സാധാരണക്കാരന് മുട്ട് തന്നെ പോകാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരു ചങ്ങാടം, അല്ലെങ്കിൽ വള്ളം, അല്ലെങ്കിൽ സ്പീഡ് ബോട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരിക്കൽ മാത്രമേ കടയിലേക്ക് പോകും. ഇനി നഗരസഭ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ ജനങ്ങളെ സൗജന്യമായി നീന്തലൂടെ പഠിപ്പിക്കണം. ജാക്കറ്റും കൊടുക്കണം. അല്ലെങ്കിൽ ഈ വലിയ മഴയായിട്ടൊന്നും ഇതിൽ എന്താണെങ്കിലും തോന്നുന്നില്ല. ഇവിടെയൊക്കെ രാവിലെ മുട്ടപ്പം വെള്ളമായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയത് എത്ര നേരമായി ഇപ്പോൾ മഴ മാറി നിന്നിട്ട്. രാവിലെ ഒരു 5 മണി തൊട്ട് ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിന് മുമ്പത്തെ രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു. പക്ഷേ അത്രയും നേരം മഴ മാറി നിന്നിട്ടും ഈ വെള്ളം വലിയുന്നില്ല എങ്കിൽ, ഇനി നല്ല ഒരു മഴ ഉച്ച കഴിഞ്ഞ് പെയ്യുകയാണെങ്കിൽ രാവിലത്തെക്കാളും മോശമായ അവസ്ഥയിലേക്ക് വൈകുന്നേരം പോകും. മാത്രമല്ല പ്രശ്നവും അതിരൂക്ഷമാണ്. ഈ വെള്ളം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതാം. പക്ഷേ ഈ മഴക്കാലത്തിന് ശേഷം ആശുപത്രി പനിക്കിടക്കയിൽ ആളുകൾ തിങ്ങി നിറയുകയാണ്. പ്രതിദിനം 6000-ലധികം വരുന്ന രോഗികൾ പനിയായിട്ട് ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം പാളി എന്നുള്ളത് തന്നെയാണ്. വെള്ളം എല്ലായിടത്തും കെട്ടിക്കിടക്കുന്നു. പിന്നെ ഈ ഇടയ്ക്കൊരു ഉഷ്ണത. ശരിയാണ്. ഞാൻ ഇപ്പം ഈ പാർവതി പുത്തനാറിൽ പോയായിരുന്നു. കാരണം ഇവിടുന്ന് പല കൈത്തോടുകളിൽ നിന്നും ഈ വെള്ളം എത്തേണ്ടത് പാർവതി പുത്തനാറില്ല. അവിടെയാണെങ്കിൽ തെങ്ങ് വളർന്ന് നിൽക്കുക.
അതേപോലെ കാട് മൂടിക്കിടക്കുക. മഴക്കാല പൂർവ്വശുചീകരണം എങ്ങും എത്തിയിട്ടില്ല. നമുക്ക് ഈ നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കൂടുതൽ പച്ചപ്പും ഹരിതാപയുള്ള സ്ഥലം പാർവതി പുത്തനാറ്. ഈ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ കാണിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ പട്ടുമെത്ത വിരിച്ച പോലെ പച്ചപ്പ് കിടക്കുന്ന ഒരു സ്ഥലം വേറെ കാണില്ല. അവിടുത്തെ ഈ പായലൊന്നും നീക്കാനുള്ള ഒരു സംവിധാനവും ചെയ്തിട്ടില്ല. മാത്രമല്ല മാലിന്യം കുന്നുകൂടി കിടക്കുന്നു. പിന്നെ ഈ ഇവിടെ ടാറിങ് നടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സ്റ്റെഫിൻ, ഇപ്പം നേരത്തെ സ്റ്റെഫിൻ ഈ നീന്തൽ പഠിപ്പിക്കാൻ കോർപ്പറേഷൻ ഒരുപക്ഷെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, കാരണം ആ രീതിയിലുള്ള വാരിക്കുഴികളാണ് റോഡ് മുഴുവനുള്ളത്. ആ വാരിക്കുഴികളിലൊക്കെ ഇപ്പം ഒന്ന് മഴ പെയ്തപ്പോഴേക്കും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ ആലോചിക്കാവുന്നതാണ് കോർപ്പറേഷൻ. അതെ, ഇനി അതേ വഴിയുള്ളൂ. കാരണം ഈ വേനൽ മഴ എത്തിയപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിലേ കാലവർഷം ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ദിവസവും ഇത്തരത്തിൽ മഴ തോരാതെ പെയ്യുമ്പോൾ എന്തായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ റൂം ഫോർ റിവർ അല്ലേ? റൂം ഫോർ റിവർ ഉദ്ദേശിച്ചത് വേറെ എന്താണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ വന്ന വഴിക്ക് പലയിടങ്ങളിലും ഞാൻ റൂം ഫോർ റിവർ കണ്ടു. ഈ റിവർ അല്ലെങ്കിലും റിവറിനോട് ചേർന്ന് കിടക്കുന്നതാണ്. പാർവതി പുത്തനാറും കിടക്കുന്നു, കിള്ളിയാറൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ റിവർ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. പല റൂമുകളിലും റിവറാണ് ഇപ്പോൾ. അവരെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ വല്ല വഴിക്കും പോയിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഒരു പക്ഷേ സ്വിറ്റ്സർലൻഡിൽ എവിടെ പോയി പഠിച്ചു വന്നേ? നെതർലൻഡ്സിൽ പോയി പഠിച്ചു വന്ന ആ റൂം ഫോർ റിവർ പദ്ധതി എന്തായാലും തിരുവനന്തപുരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും നടപ്പായി വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡയലോഗ് ഓർക്കുന്നുണ്ടോ? ഒരിടത്ത് വാട്ടർ മെട്രോ, അതിന് തൊട്ടുമുകളിൽ കൊച്ചി മെട്രോ, അതിൻ്റെ അപ്പുറയായി കേരളയിൽ അതിന് മുകളിൽ കൊച്ചി മെട്രോ, അങ്ങനെ 3 അടുക്കായിട്ടാണ്. ഇതിപ്പോൾ എന്തായാലും ഇവിടെ വാട്ടർ മെട്രോയ്ക്കുള്ള സംവിധാനം എന്തായാലും തിരുവനന്തപുരം നഗരത്തിന്റെ പലയിടങ്ങളിലും ഒരുങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്മാർട്ട് റോഡും ഉണ്ട്. ഇനി മുകളിൽ കേരളത്തിൻ്റെ കാര്യം കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഓക്കെ ആയെന്ന് തോന്നുന്നു. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ള ഒരു നാട്ടുകാരോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അടിയന്തരമായി പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അത്ര നിസ്സാരമല്ല ഈ പ്രശ്നം, അതീവ ഗുരുതരമാണ്. ആളുകൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രാവിലെ വാഹനവുമായി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ വീടിന് മുന്നിൽ കിടങ്ങ് വാഹനം അകത്തേക്ക് കയറ്റാൻ പറ്റാത്ത അവസ്ഥ, എവിടെയോ കൊണ്ടിട്ടിട്ട് പോകേണ്ട വരുന്ന അവസ്ഥ. രാവിലെ ആകുമ്പോൾ ഈ വെള്ളത്തിൽ നിറഞ്ഞു കിടക്കുന്ന മറ്റേ വള്ളം ചങ്ങാടമൊക്കെ കിടക്കുന്നത് പോലെ അവരുടെ കാറും വാഹനവും ഒക്കെ കിടക്കുന്ന അവസ്ഥയാണ് പലയിടങ്ങളിലും. ഇന്നിപ്പോൾ വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ്. ഇന്നലെ രാത്രിയിലത്തെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് ഷെഫിൻ. പല ആളുകളും നമ്മളെ വിളിച്ചിട്ട്, പല കൗൺസിലർമാരും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്, നട്ടപ്പാതിരിക്ക് വീട്ടിലേക്ക് വെള്ളം കയറി വന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട്. ഇവർക്ക് ഇറങ്ങി എങ്ങോട്ട് പോകാൻ, ആരെ വിളിക്കാനാ? അഥവാ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളെയും മറ്റുമൊക്കെ ആയിട്ട് ഇത്രയും വെള്ളം പൊങ്ങിക്കിടക്കുന്ന സ്ഥലത്തോടെ, ഇതുപോലെ അപകടകരമായ കുഴിയുള്ള സ്ഥലത്തൂടെ അവരെവിടേക്ക് പോകാൻ? വാഹനം എടുത്ത് പോകാൻ കഴിയില്ല, നടന്നേ പോകാൻ കഴിയും. ഇപ്പോൾ 2 നില വീടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ റൂം ഫോർ റിവർ സെറ്റപ്പിൽ 2ാം നിലയിൽ കയറി കിടക്കാൻ കഴിയും. അല്ല എങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ചില കോളനികളൊക്കെ ഉണ്ട്, അവർക്ക് എവിടേക്ക് പോകാനാണ്? രാത്രി കിടന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പറഞ്ഞ് നമുക്ക് തന്നെ നാണം വരുന്നു. കാരണം എത്രാമത്തെ വട്ടമാണ് നമ്മൾ റോഡിൽ വന്നിരിക്കുന്നത്. ഈ റോഡിൽ നമ്മൾ തന്നെ ഇതിനു മുമ്പ് വാർത്ത ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ റോഡിന്റെ കാര്യത്തിലും ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് മഴ വന്നാൽ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാവും. ആ കടയൊക്കെ കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതായിരിക്കും. കാരണം ഈ പറയുന്ന കനാൽ നീന്തി കിടന്ന് വേണം ആ കടയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ പോകാൻ. ഏതെങ്കിലും മനുഷ്യൻ പോവോ? സ്റ്റേഫിനാണെ പോവോ? ആ ഇച്ചിരി ഇല്ലാത്ത ഒറ്റ പാലത്തെ കൂടെ കയറി ആ കടയിൽ പോയി സാധനം വാങ്ങും. അതുകൊണ്ട് അതൊക്കെ അടച്ചിട്ട് ഇത്ര കാലമായിട്ട് അടച്ചിട്ടേക്കെന്ന് പറയുക. അങ്ങനെ നാട്ടുകാർ വലിയ കഷ്ടപ്പാടില്ല. ഇവർക്കത് പറഞ്ഞാൽ മനസ്സിലാക്കിയാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു സാഹചര്യം.